നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IBPSന്റെ മെയിൻസിനൊക്കെ ചോദിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ഉണ്ടാവാറുണ്ട്. നമ്മളുടെ പ്രിലിമിനറി എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് അല്ല, മെയിൻസിന് ചോദിക്കുന്ന എക്സാംസ്, അത് ക്ലർക്കൽ എക്സാംസ് ആയിക്കോട്ടെ, PO ആയിക്കോട്ടെ, എല്ലാ മെയിൻസിനും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് കുട്ടികൾ എന്താണ് താരതമ്യേന നമ്മൾ മെയിൻസിലേക്ക് വരുമ്പോൾ മറ്റുള്ള ക്വസ്റ്റ്യൻസിനെ വെച്ച് നോക്കുമ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണ് കുറച്ചും കൂടി ഈസി ആയിട്ട് കാണാറുണ്ട്, കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് കാണാറുണ്ട്. പക്ഷേ അതിന്റെ എല്ലാ കൺസെപ്റ്റും അറിയാതെ സ്റ്റുഡൻസ് എന്ത് ചെയ്യാറുണ്ട്, അത് ലീവ് ചെയ്ത് പോവാറുണ്ട്. അപ്പൊ നമുക്കിന്ന് മെയിൻസിന് ചോദിക്കുന്ന കുറച്ച് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. എ സെറ്റ് ഓഫ് ടു ഇക്വേഷൻസ് ഈസ് ഗിവൺ ബിലോ, റീഡ് ദ ഇൻഫർമേഷൻ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ഇറ്റ്. 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് x² - px + q = 0, ഇക്വേഷൻ നമ്പർ 1. x² - p - 2 × x + q - 4 = 0, ഇക്വേഷൻ നമ്പർ. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ് അവർ തന്നിരിക്കുന്നത്? ഇക്വേഷൻ 1 ഹാസ് m and 3 as its, while ഇക്വേഷൻ 2 ഹാസ് m and 1 as its roots എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. എക്സും വരുന്നത്, അതായത് ഏതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെയും 2 റൂട്ട് ഉണ്ടാവും. ക്വാഡ്രാറ്റിക് ഇക്വേഷന് റൈറ്റ് 2 റൂട്ട് ഉണ്ടാവും. അത് എയും ബിയും ആണെങ്കിൽ അത് എങ്ങനെ എഴുതാം? നമുക്ക് x - a × x - b = 0 എന്ന് എഴുതാം. ഇൻ കേസ് ഇത് -aയും -bയും ആണെങ്കിൽ എന്തായിരിക്കും? x + a × b = 0 എന്ന് എഴുതാം. ഈ ഒരു കൺസെപ്റ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന. സോ a ആൻഡ് b എന്ന് പറയുന്ന സൊല്യൂഷൻസ് വന്നാൽ അതിന് x - a × x - b എന്ന് എഴുതാം. അതേപോലെ തന്നെ a എന്ന് പറഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? അതിന് x ഇട്ട് കൊടുത്താൽ, xന് നമ്മൾ a ഇട്ട് കൊടുത്താൽ =0 ഇക്വേറ്റ് ചെയ്യാം, അല്ലേ? നമ്മൾ പോളിനോമിയലിലൊക്കെ പഠിക്കുന്നതാണ് p of a = 0 ആയിരിക്കുമെന്ന്. കൂടുതലൊന്നും ആലോചിക്കേണ്ട. ഇവിടെ നമുക്ക് എന്താണ്? ഇക്വേഷൻ 1ന് 3 റൂട്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ എക്സിന് എന്തിട്ട് കൊടുക്കാം? 3 ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ഇക്വേഷനിൽ കേട്ടോ. ഇവിടെ സെക്കൻഡ് ഇക്വേഷൻ എടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ അതിൽ എന്താണ്? എമ്മും 1ഉമാണ്. സോ അവിടെ നമുക്ക് എക്സിന് എത്ര ഇട്ട് കൊടുക്കാം? 1 ഇട്ട് കൊടുക്കാം. സോ ഇവിടെ എന്ത് ചെയ്യും? 1² x² - p × 1 + q = 0 ആണെങ്കിൽ റീഅറേഞ്ച് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടി? ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഒരു മിനിറ്റ്, ആദ്യത്തെ ഇക്വേഷനിൽ 3 ആണ് റൂട്ട് വരുന്നത്. തെറ്റിയതാണ് കേട്ടോ. ആദ്യത്തെ ഇക്വേഷനിൽ 3 അല്ലേ വരുന്നത്, രണ്ടാമത്തേലാണ് 1 വരിക. അപ്പോൾ ഇവിടെ 3² ആണ് വരിക. സോ 9 - 3p + q = 0 വരും. 9 - 3p + q = 0. ഇവിടേക്ക് വരാണെങ്കിലോ, ഇവിടെയാണ് നമുക്ക് എത്ര വരിക? 1². ഇവിടെ ഇട്ട് കൊടുത്തു 1² - p - 2 × 1 + q - 4 = 0 എന്ന് കിട്ടി, അല്ലേ? റീഅറേഞ്ച് ചെയ്ത് 1 - p + 2 മൈനസ് × പ്ലസ് ആയി. ദെൻ നമുക്ക് എന്ത് കിട്ടി? q - 4 = 0. ഇവിടെ എന്ത് കിട്ടും നമുക്ക്? 3 - p + q - 3 = 0 എന്നും കിട്ടും. അപ്പൊ ഈ 2 ഇക്വേഷൻസിനെ ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്, ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ഈ pനെ 2നെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ശ്രദ്ധിച്ചിരിക്കുക. 3p - q = എന്ത് കിട്ടി? 9 എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 1. ഇതിനെ പിടിച്ച് അങ്ങോട്ട് പോയി 3p - q = 9 എന്ന് കിട്ടി. ഈ -pയും ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? p - q = ആ -3 അവിടെ തന്നെ ഉണ്ട്. ഇക്വേഷൻ നമ്പർ -1 അല്ലേ വരുന്നത്? -3 അല്ല, ഇവിടെ 1 ആണ് വരിക കേട്ടോ. എങ്ങനെയാണ്? ഇവിടെ 1 + 2 3 ആണ്. -4 ചെയ്യണ്ടേ? അത് ചെയ്യണം. അപ്പൊ എത്ര വരും? -1 ആണ്. സോ ആ -1 അപ്പുറത്തേക്ക് പോകുന്നില്ല, നമ്മൾ മറ്റുള്ള 2 പേരെയാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ എത്ര കിട്ടി? ഇവിടെ -1 എന്ന്.
ഞാൻ ഒരു കാര്യം ആദ്യമേ പറയുന്നു, പ്രിലിമിനറി എക്സാം ഒരു ബിഗിനർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാവാൻ സാധ്യതയില്ല. ഇറ്റ്സ് ഫോർ മെയിൻസ് അല്ലെ, ഇത് മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കുള്ള വീഡിയോ ആണ്. അപ്പൊ ഒരു ബിഗിനർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്തെടുക്കുകയാണ് ഏറ്റവും എളുപ്പം. ഇവിടെ ഞാൻ p മൈനസ് ക്യൂ ഈക്വൽ ടു -1 ഇക്വേഷൻ നമ്പർ 2 വിട്ടു. ആദ്യത്തെ ഇന്ന് രണ്ടാമത്തെ ഇക്വേഷൻ കുറയ്ക്കുകയാണ്. സിമ്പിൾ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ മൈനസ് പ്ലസ്. സോ 2p is equal to 10 എന്നും കിട്ടി. പിയുടെ വാല്യൂ എനിക്ക് 5 എന്ന് കിട്ടി. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 5 മൈനസ് ക്യൂ ഈക്വൽ ടു -1 റീഅറേഞ്ച് ചെയ്താൽ q ഈക്വൽ ടു 6 എന്നും കിട്ടി. q ഈക്വൽ ടു എത്ര കിട്ടി? 6 എന്നും കിട്ടി. p ഈക്വൽ ടു 5ഉം q ഈക്വൽ ടു 6 എന്നും കിട്ടിയാൽ ആദ്യത്തെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു p 5 കിട്ടി, q 6 കിട്ടി അല്ലേ. അപ്പൊ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമ്മൾ എന്തൊക്കെയാ ചെയ്തേ? ആദ്യം നമുക്ക് തന്നിരിക്കുന്ന 3 ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മളെ ക്വസ്റ്റ്യൻ വൈസ് എല്ലാം കഴിഞ്ഞു, നമ്മളെല്ലാം കണ്ടുപിടിച്ചു. ആദ്യത്തെ ഇക്വേഷനിൽ ഫസ്റ്റിന്റെ റൂട്ട് എമ്മും 3ഉം ആണ്. അപ്പൊ x മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഈക്വൽ ടു 0 ആണെങ്കിൽ മൈനസ് എ മൈനസ് ബി എന്നുള്ള കൺസെപ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്ത സൊല്യൂഷനൊക്കെ കണ്ടുപിടിക്കുന്ന രീതിയാണ്. അതിൽ എക്സിന് 3 ഇട്ട് കൊടുത്തു, ആദ്യത്തെ ഇക്വേഷൻ കിട്ടി. എക്സിന് 1 ഇട്ട് കൊടുത്തു, രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. അത് സോൾവ് ചെയ്ത് പിയും ക്യൂവും കണ്ടുപിടിച്ചു, ആദ്യത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എം കണ്ടുപിടിക്കണം അല്ലേ. എം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0 ആണ്. അപ്പൊ എന്തായാലും ഇതിന്റെ ഒരു സൊല്യൂഷൻ 3ഉം ഒരു സൊല്യൂഷൻ എമ്മും ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് എക്സ് മൈനസ് എം ഇൻറ്റു എക്സ് മൈനസ് 3 ഈക്വൽ ടു 0 ആയിരിക്കും ഇത്. സോൾവ് ചെയ്യാൻ നമുക്കറിയാം. കൂട്ടുമ്പോൾ 5ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഏതാ? 6ഉം കിട്ടുന്നത് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ഈക്വൽ ടു 0 ആണ്. സോ ഇതിന്റെ സൊല്യൂഷൻസ് ഇത് 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 2ഉം ഇത് 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 3 ആ. സോ നമുക്ക് ഓൾറെഡി 3 എന്താണ്? ഒരു റൂട്ടാണ്. ബാക്കി രണ്ടാമത് വരുന്ന റൂട്ടാണ് ഏത്? 2. സോ ഓപ്ഷൻ ബി. എമ്മിന്റെ വാല്യൂ എത്ര കിട്ടി നമുക്ക്? 2 എന്ന് കിട്ടി. എമ്മിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? നിങ്ങൾ ഇത് എങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്തോളൂ. യൂസ് നിങ്ങൾക്ക് പഠിച്ചിരിക്കുന്ന ട്രിക്കുകൾ ഉണ്ടാവാം. b² - 4ac വെച്ച് സോൾവ് ചെയ്യുന്നുണ്ടാവാം. ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ഓരോ സ്റ്റുഡൻസ് ഫോളോ ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. 2 റൂട്ടാണുള്ളത്, ഒന്ന് എമ്മും ഒന്ന് 3ഉം ആണ്. ഇതിന് 3 നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഓൾറെഡി തന്നിട്ടുണ്ട്. സോ അതർ റൂട്ട് ആയിരിക്കും എം. എമ്മിന്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ്? 2p പ്ലസ് q കണ്ടുപിടിക്കണം. നമുക്ക് നേരത്തെ കിട്ടിയതാണ് p5 എന്നും നമ്മുടെ q എത്രയാണ്? 6 എന്നുമാണ്. എത്ര കിട്ടി? 10 പ്ലസ് 6. ആൻസർ 16. ഓപ്ഷൻ ഡി 16 ആണ് നമ്മളുടെ ആൻസർ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 2p പ്ലസ് q. എത്രയാണ് ആൻസർ? ഓപ്ഷൻ ഡി 16 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇത് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ നമ്പർ 3 a² - 7a + 10 ഈക്വൽ ടു 0 ഈസ് ഗിവൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി കറക്റ്റ്? അപ്പൊ ഇതിന്റെ റൂട്ട്സ് എന്തായാലും കണ്ടുപിടിക്കാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി നിങ്ങൾ ഫോളോ ചെയ്യാം. ഏറ്റവും എളുപ്പം എന്താ? ഫാക്ടറൈസേഷൻ നോക്കുകയാണ് അല്ലേ. ഏറ്റവും എളുപ്പം എന്താണ്? നമുക്ക് ആ ഫാക്ടറൈസേഷൻ നോക്കുകയാണ്. ഏതാണ്? a² - 7a + 10 ഈക്വൽ ടു 0. അപ്പൊ എന്താണ്? a - 2 ഇൻറ്റു a - 5 ആണ് വരിക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 ഇൻറ്റു -5 10, -2 -5 7 ആണ്. എയുടെ വാല്യൂ 2ഉം 5ഉം വരും. റൂട്ട് കിട്ടി 2ഉം 5ഉം. റൂട്ട്സ് ഓഫ് ഇക്വേഷൻ 3 ആർ ലെസ് ദാൻ ദാറ്റ് ഓഫ് ഇക്വേഷൻ 2. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ 1ന്റെ റൂട്ട് 3ഉം 2ഉമാണ്. ഇതിന്റെ 2ഉം 1ഉമാണ്. എം അല്ലേ വരുന്നത്, അപ്പൊ 2ഉം 1ഉമാണ്. രണ്ടാമത്തെ ഇക്വേഷൻ 2ഉം 1 എമ്മും 2 ആണ് വരുന്നത്. അപ്പൊ എന്താണ് ഇവിടെ വരുന്നത്? റൂട്ട്സ് ഓഫ് ഇക്വേഷൻ 3 ആർ ലെസ് ദാൻ ദാറ്റ് ഓഫ് ഇക്വേഷൻ 2. 2ഉം 1ഉം. അവിടെ 2ഉം 5. അപ്പൊ ചെറുതല്ല, ഈക്വലും വലുതുമാണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ ഈസ് നോട്ട് ഫോളോയിങ്. ഇക്വേഷൻ 3 ഹാസ് 1 റൂട്ട് ഈക്വൽ ടു m. ആബ്സല്യൂട്ട്ലി റൈറ്റ്. m 2 ആണ്, ഇവിടെ 2 ആണ്. ഇക്വേഷൻ 3 ഹാസ് റൂട്ട് ഗ്രേറ്റർ ദാൻ p മൈനസ് q. q മൈനസ് p തിരിച്ചാണ്. 6 - 5 1 ആണ് ആൻസർ വരിക. റൂട്ട് 2ഉം എന്താണ്? 1നേക്കാൾ വലുതാണ്. അപ്പൊ 2ഉം 3ഉം സാറ്റിസ്ഫൈഡ് ആണ്. ഓപ്ഷൻ സി. ഓൺലി 2 and 3 ഈസ് ഫോളോയിങ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അത് ബേസ് ചെയ്ത് 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്.
വളരെ ഈസി ആയിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ ഓൾ കൺസെപ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ ഈ സെറ്റ് മൊത്തം അറിയാം. 2 റൂട്ട് ഉണ്ടാവും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്നാണ് പറയാം. 2 ഇക്വേഷൻസ് ഉണ്ടാവും. ഇക്വേഷൻസ് എയും ബിയും ആണെങ്കിൽ നമുക്ക് അതിനെ ഫാക്ടർ ആയിട്ട് എഴുതാം. എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇഫ് എ എന്താണ്, അപ്പോൾ എക്സ് ഈക്വൽ ടു എയും എക്സ് ഈക്വൽ ടു ബിയും വരും. മൈനസ് എയും മൈനസ് ബിയും ആണെങ്കിൽ എന്ത് വരും? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഈക്വൽ ടു 0. ഒന്ന് മൈനസ് ആണ്. എ മൈനസ് ആണെങ്കിൽ എന്ത് വരും? എക്സ് പ്ലസ് എ. ബി പോസിറ്റീവ് ആണെങ്കിൽ ഇൻറ്റു എക്സ് മൈനസ് ബി തന്നെ വരും കേട്ടോ. അതിൽ മാറ്റമില്ല. അങ്ങനെ നമ്മൾ ഇപ്പൊ കിട്ടിയിരിക്കുന്ന റൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈക്വൽ ടു 0ക്ക് ഇക്വേറ്റ് ചെയ്തു. എക്സിന് ഒരു 2 ഇക്വേഷൻ ഇവിടെ കിട്ടി. രണ്ടാമത്തേലും അതേപോലെ ഇക്വേഷനും കിട്ടി. സോൾവ് ചെയ്തപ്പോൾ പിയും ക്യൂവും കിട്ടി. എം കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റത്തെ ഇക്വേഷനിൽ നമ്മൾ ക്യൂവും എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്തു. അപ്പൊ 2 റൂട്ട് ഉണ്ടാവും. ഒരു റൂട്ട് നമുക്കറിയാം 3 ആണെന്ന്. രണ്ടാമത്തെ റൂട്ടാണ് എം. അപ്പൊ നമുക്ക് എത്ര കിട്ടി? അതിന്റെ ആൻസർ 2 എന്ന് കിട്ടി. സോ ബാക്കി അവർ പറഞ്ഞ കാര്യം ചെയ്യാം. മൂന്നാമത്തേല് 3 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ക്വസ്റ്റ്യൻസിലേക്ക് പോവാനായിട്ട്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കൺസെപ്റ്റും എല്ലാവർക്കും ജസ്റ്റ് ക്ലിയർ ആണെന്ന് കരുതുന്നു. വീണ്ടും പറയുന്നു, ഒരു ബിഗിനർക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാവണമെന്നില്ല. നമ്മൾ പ്രിലിമിനറി എക്സാമിനേഷൻ കഴിഞ്ഞ് മെയിൻസിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ നമുക്ക് അടുത്ത ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പോവാം. ഇതേപോലത്തെ ജസ്റ്റ് എല്ലാവരും നോട്ട് ചെയ്യുക, ഇതേപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, സോൾവ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് അത് എന്ത് ചെയ്തെടുക്കാം? ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങളത് ജസ്റ്റ് ആ ലിങ്കിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ മക്കളെ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് അത് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതേ ടൈപ്പ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന്. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ഒരു സെറ്റ് ഓഫ് 2 ഇക്വേഷൻസ് ഉണ്ട്, എയും ബിയും. എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ സീക്വൽ ടു മൈനസ് 3x സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 25x മൈനസ് പി. വായിക്കുമ്പോൾ തന്നെ തല കറങ്ങുന്നുണ്ടോ? പേടിക്കേണ്ട, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഒന്നുകൊണ്ടും പേടിക്കേണ്ട. 10y സ്ക്വയർ മൈനസ് 3 സ്ക്വയർ y പ്ലസ് 2/3 ഇൻറ്റു 3 പ്ലസ് 10y ഈക്വൽ ടു 0. 1 റൂട്ട് ഓഫ് ഇക്വേഷൻ എ തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇവിടെ എത്രയാ? ആ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് ഈക്വൽ ടു ആണ് വരുന്നത്. ഇതില് 3 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഇതിൽ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്കത് ചെയ്ത് നോക്കാം. മൈനസ് 3x സ്ക്വയർ പ്ലസ് 4 എന്ന് കേട്ടോ 2 സ്ക്വയർ 25x മൈനസ്. ഇവിടെ നിങ്ങൾ ആദ്യം തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനൊന്നും നിൽക്കണ്ട. ഇതൊന്നും എക്സ്പാൻഡ് ചെയ്യണ്ട, ലാസ്റ്റ് ചെയ്താൽ മതി. നമുക്ക് എന്താ 1 റൂട്ട് ഓഫ് ഇക്വേഷൻ എ ഈസ് 5 ആ. അപ്പൊ എക്സിന് നമുക്ക് എന്തിട്ട് കൊടുക്കാം? 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ എത്രയാ വരിക? 5 മൈനസ് 2. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒക്കെ ചെയ്യുന്നത്. മൈനസ് 3 ഇൻറ്റു 5 സ്ക്വയർ പ്ലസ് 4 പ്ലസ് 25 ഇൻറ്റു മൈനസ് പി. ക്ലിയർ അല്ലേ? ഇത് എത്ര? 3ന്റെ സ്ക്വയർ 9 ആണ്. ഇവിടെ എത്ര വരും? ഇവിടെ എത്ര വരും? നമുക്ക് 25 ഇൻറ്റു 3 മൈനസ് 75 പ്ലസ് 4 പ്ലസ് 125 മൈനസ് പി. റീഅറേഞ്ച് ചെയ്തെടുക്കുക. അപ്പൊ ഇവിടെ എത്രയാ വരിക? നമുക്ക് ആദ്യം തന്നെ ഇത് കുറച്ച് കഴിഞ്ഞാൽ 50 ആണ്. 54. ഇത് അങ്ങോട്ട് പോയി ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. 54 മൈനസ് പി. സോ എനിക്ക് പിയുടെ വാല്യൂ എത്ര കിട്ടി? 45. ഒന്നും ചെയ്തില്ല, ചാടിക്കേറി എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ എന്താണെന്നറിയാം. അതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണെന്ന് അറിയാത്തവർ ജസ്റ്റ് നോട്ട് ചെയ്യുക. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആ. ചാടിക്കേറി അതൊന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ബിക്കോസ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ടൈമാണ്. ടൈം കുറച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം? വളരെ അധികം നമ്മളുടെ ബുദ്ധി യൂസ് ചെയ്ത് ചെയ്യണം. ഇപ്പൊ ഞാൻ നോക്കുകയാണെങ്കിൽ 3ന്റെ സ്ക്വയർ 25 മൈനസ് 75. ഈ സ്റ്റെപ്പ് ഞാൻ എഴുതാം. 9 75 4 125 മൈനസ് പി. അപ്പൊ നമുക്ക് ഇത്ര സമയം ഞാൻ ലാഭിച്ചു. ഇതും എഴുതാനുള്ള ടൈം ഞാൻ എന്ത് ചെയ്തു? അവിടെ സേവ് ചെയ്തു. ക്ലിയർ അല്ലേ പറഞ്ഞേ? പിയുടെ വാല്യൂ 45 കിട്ടിയിട്ടുണ്ട്. വേറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷൻ നമ്പർ ബി
നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അവിടെ നിൽക്കട്ടെ, ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ, എന്നിരുന്നാലും ഞാൻ നിങ്ങൾക്ക് അത് ചെയ്യേണ്ടി വരും ഈ ക്വസ്റ്റ്യനിൽ. അതുകൊണ്ട് ഞാനൊന്ന് സോൾവ് ചെയ്ത് തരാം. ഈ 3 നമുക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 3 × 10 30y² മൈനസ് ഇവിടെ എത്രയാ 9 × 3. അപ്പൊ 3യുടെ ക്യൂബാണ് 27y പ്ലസ് 2/3 × 3 2 ആണ് പ്ലസ് 10y = 0. എത്രയാണ് ഇക്വേഷൻ? 30y² മൈനസ് 17y പ്ലസ് 2 = 0 എന്നുള്ളതാണ് ഇക്വേഷൻ ബി എന്ന് പറയുന്ന ഇക്വേഷൻ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. അത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു 30y², ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു 27y 2/3 × 3 എത്രയാ 2 ആണ്. ഒരു 2/3 × 3 3 ക്യാൻസൽ ചെയ്തിട്ട് 2 ആണ് വരിക. ഓക്കെ, ക്ലിയർ? നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പിയുടെ വാല്യൂ നമുക്ക് കിട്ടി 7p ആണ് പറഞ്ഞിരിക്കുന്നത്. 7 × 45/21. ഇതിപ്പോ ശ്രദ്ധിക്കണ്ട, ആദ്യം ഇത് ചെയ്തെടുക്കാം. ഈ 0.2 എന്നുള്ളതിനെ എളുപ്പത്തിലേക്ക് ആക്കാൻ 2/10 എന്ന് എഴുതാം. യൂസ് യുവർ ബ്രെയിൻ. എളുപ്പമാണ്, നമുക്ക് ടൈമാണ് എളുപ്പം. 0.2 ഒക്കെ അവിടെ നിൽക്കട്ടെ. ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനത് 2/10 എന്ന് എഴുതി. എനിക്ക് അതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത്. അപ്പൊ എത്രയാ? ഇനി കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്യാം. ഇവിടെ 9, ഇവിടെ 2, ആ 2ഉം 2ഉം നമ്മളിവിടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി എന്താ വരുന്നത്? 7 ഇവിടെ 3 ടൈംസ്, ഇവിടെ എത്രയാണ് 3. സോ 3p - 89 കിട്ടി അല്ലേ? അതായത് 45 3 × 45 - 89. 135 - 89 ഈസ് 46. എത്രയാ വരിക? 46. 46 നമുക്ക് ആൻസർ കിട്ടി. 46 എന്ന് പറഞ്ഞാൽ p+1 p എത്രയാ? 45 + 1. ക്ലിയർ അല്ലേ? ചിലവർക്ക് ഇങ്ങനെ ചെയ്യാം. ഇവിടെ ചിലവരെങ്ങനെ ചെയ്യും? നമ്മൾ ചെയ്തെടുക്കുമ്പോൾ പല രീതിയിൽ ചെയ്യാം. ഇവിടെ 7 × 45/21. 0.2 × 45 എത്രയാണ്? 9 ആണ്. -89 അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് നേരിട്ട് എത്ര ചെയ്യാം? ഈ പിയുടെ 45 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. ഞാൻ ലാസ്റ്റാണ് അത് ചെയ്തത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി നമുക്ക് ചെയ്യാം. ഓക്കെ, അത് ഓരോരുത്തരുടെയും ചോയ്സാ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 ആണ്, ഇവിടെ എത്ര വരും? 3 വരും. അപ്പോഴും നമുക്ക് എത്ര കിട്ടി? 135 - 89. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ 2 രീതി പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ഫോളോ ചെയ്യാം കേട്ടോ. ആൻസർ എന്താണ്? ഓപ്ഷൻ സി, p+1 ഇസ് റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് കരുതുന്നു. അതിന് പി നമ്മൾ കണ്ടുപിടിക്കണം. പി നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വെൻ സ്മോളസ്റ്റ് റൂട്ട് ഓഫ് ഇക്വേഷൻ എ വെൻ മൾട്ടിപ്പിൾ ബൈ ലാർജസ്റ്റ് 1 ഡിജിറ്റ് പ്രൈം നമ്പർ. അതായത് ലാർജസ്റ്റ് 1 ഡിജിറ്റ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാ? 7 ആണ് അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? റൂട്ട് കണ്ടുപിടിക്കണം. ഏതാണ്? x - 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു -3x² + 2² + 25x - 45 ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2x² - 2ab 2 × x × 2 4x + 2² 4 -3x² + 4 + 25x - 45. ഈ 4ഉം 4ഉം ക്യാൻസൽ ആയിപ്പോയി. ഇത് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറി? റീഅറേഞ്ച് ചെയ്തെടുക്കുമ്പോൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എത്രയായിട്ട് വരും? ഇവിടെ 2 ഇല്ല കേട്ടോ, വെറും x² അല്ലേ ഉള്ളൂ. x² a² ആണ്, അപ്പൊ 2 ഇല്ല. x² -4x + 4 ആണ്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ അത് 4x² -29x ഇവിടെ എത്ര വരും? +45 = 0 ആണ്. +45 = 0. നമ്മൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ വേണമെങ്കിൽ സോൾവ് ചെയ്യാം. കോമൺ ആയിട്ടുള്ള ഫോം എന്താ? a² + bx + c = 0 ആണ്. -b, ഇവിടെ ഞാൻ c ഇടും, ഇവിടെ a ഇടും. അങ്ങനെയാണ് നമ്മൾ സാധാരണ സോൾവ് ചെയ്തെടുക്കാറ്. അപ്പൊ ഇവിടെ അതേപോലെ തന്നെ ഇടുമ്പോൾ -b ആണ്. ഇവിടെ a എത്രയാ? 4 ആണ്. b എത്രയാ? -29 ആണ്. c എത്രയാ? +45 ആണ്. അപ്പൊ -b +29 ആ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. ഇവിടെ 45 വന്നു. ഇവിടെ എത്ര വന്നു? 4 വന്നു. 45ഉം അവിടെ എത്രയും വന്നു? നമുക്ക് 4ഉം വന്നു. ക്ലിയർ അല്ലേ? 45ഉം 4ഉം വന്നു. അപ്പൊ ഇനി നമ്മൾ ഇത് എങ്ങനെ സോൾവ് ചെയ്തെടുക്കും?
എങ്ങനെ സോൾവ് ചെയ്തെടുക്കും? ഇവിടെ 45 4ന്റെ മൾട്ടിപ്പിൾ, അപ്പൊ 45ന്റെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് ഇതാ ഇവിടെ കുറച്ച് ഇവിടെ എഴുതുന്നുണ്ട്, കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് കയറ്റി എഴുതാം. ഇപ്പുറത്തെ സൈഡിലേക്ക് എഴുതുന്നുണ്ട് കേട്ടോ, ചിലപ്പോൾ അടിയിലേക്ക് പോകുമ്പോൾ കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടാണ്. ഇവിടെ എന്ത് വന്നു നമുക്ക്? +29. നേരത്തെ എഴുതിയതാണ്, റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നു. 44 4 9ഉം 5 ഇട്ടു. ഇത് നിങ്ങൾക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും. 9 × 5 45 കിട്ടണം, വിത്ത് സൈൻ ആണ് കേട്ടോ. ഇവിടെ ഞാൻ ഇനി ക്രോസ് ചെയ്യുമ്പോൾ 4ഉം 1 ഇട്ട് നോക്കി നിങ്ങൾ. 9 × 1 9 +20 29 കിട്ടുന്നുണ്ട്. സോ ഇവിടുത്തെ റൂട്ട് എത്ര വരും? 9/4 വരും. ഇവിടുത്തെ റൂട്ട് എത്ര വരും? 5/1 5. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ ഇക്വേഷൻസ് എനിക്ക് കിട്ടിയത് 5ഉം 9/4 ആണ്. നിങ്ങൾ ഓൾറെഡി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും മുൻ ക്ലാസ്സുകളിൽ. ദാറ്റ് മീൻസ് നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 9/4ഉം നമുക്ക് എത്രയാണ്? 5/1 5ഉമാണ് ആൻസർ വരിക. സോ ഇനി നമുക്ക് സ്മോളസ്റ്റ് റൂട്ട് ഓഫ് ദി ഇക്വേഷൻ എ വെൻ മൾട്ടിപ്പിൾ ബൈ ലാർജസ്റ്റ് ഡിജിറ്റ് പ്രൈം 1 ഡിജിറ്റ് പ്രൈം നമ്പർ. അപ്പൊ സ്മോളസ്റ്റ് ആയിട്ട് വരുന്ന 9/4 ആണ്. ഇൻറ്റു 7 ചെയ്തു, എത്രയാണ് വരിക? 63/4. അത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 63/4 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 15 3/4. 15 3/4. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. 15 3/4. നമ്മൾ ഈ ഇക്വേഷൻ ആദ്യം സെറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം. സെറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് നമ്മൾ സ്മോളസ്റ്റ് റൂട്ട് കണ്ടുപിടിച്ചു 9/4. അതിന് ഫാക്ടറൈസ് ചെയ്യാനൊന്നും നിൽക്കണ്ട, കാരണം നമുക്ക് കറക്റ്റ് അവർ പറഞ്ഞ രീതിയിൽ തന്നെ ആൻസർ കിട്ടുന്നുണ്ട്. ഇൻറ്റു 7 ചെയ്തു. 9/4 × 7 63/4. പ്രൈം നമ്പർ എന്താണെന്ന് അറിയണം. സ്മോളസ്റ്റ് 1 ഡിജിറ്റ് പ്രൈം നമ്പർ ഏതാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾ എന്തും കൂടി അറിയണം. നമ്മൾ നേരത്തെ പറഞ്ഞ, ഞാൻ ഒന്ന് ജസ്റ്റ് അത് പറയാൻ വിട്ടുപോയി. a - b ഹോൾ സ്ക്വയർ എന്താ? a² - 2ab + b². അത് അറിഞ്ഞിരിക്കണം. a - b ഹോൾ സ്ക്വയർ എന്താ? a² - 2ab + b² ആണ്. നമ്മൾ ആദ്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് a - b ഹോൾ സ്ക്വയർ എന്താണെന്ന്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. a² x² - 2ab 2 × x × 2 4 -4x 2ന്റെ സ്ക്വയർ 4. അത് റീഅറേഞ്ച് ചെയ്യുമ്പോഴാണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു എല്ലാവർക്കും. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കാം, എന്നിരുന്നാൽ കൂടി ഒന്ന് റീകളക്ട് ചെയ്യാം. മെയിൻസിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ മാറുന്നു എന്നുള്ള ഒരു ഐഡിയ ഇപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ ബി? ഇക്വേഷൻ ബി നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. 30y² - 17y. പിന്നെ ഏതായിരുന്നു? +2 = ഇവിടെ a എന്ന് പറഞ്ഞാൽ 30 ആണ്, b എന്ന് പറഞ്ഞാൽ -17 ആണ്, c എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ -b 17 2 ആണ് 30 ആണ്. റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. 2 ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 2ഉം 1ഉം എഴുതാം. ഇവിടെ 30 × 1 ഇട്ടാൽ കിട്ടോ? ഇല്ല. 6 5 ഇങ്ങനെ തന്നെ ഇടണം. 6 5. കാരണം എന്താ? ക്രോസ് ചെയ്തേ. 2 × 6 12 ആണ്, +5 17 കിട്ടി. സോ 2/5ഉം 1/6ഉം ആണ് ആൻസർ. 2/5ഉം 1/6ഉം ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന്റെ കൺസെപ്റ്റ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടത്തെ ചെയ്തപ്പോൾ നമ്മൾ അതിന്റെ കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇക്വേഷൻ നമ്മൾ എവിടെ കണ്ടുപിടിച്ചു? ഇവിടെ സെറ്റ് ചെയ്ത് ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 30y² - 17y + 2 = 0 എന്നുള്ളത് നമ്മളവിടെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. -b പ്ലസ് മൈനസ് ഇൻറ്റു -17 ആണ് 2 × 30. അപ്പൊ ഈ സോൾവ് ചെയ്ത് നിങ്ങൾ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം, നിങ്ങൾ അതിൽ മാസ്റ്റർ ആയിരിക്കാം. സോ യു ക്യാൻ ഫോളോ ദാറ്റ്. നിങ്ങൾക്ക് അത് തന്നെ ഫോളോ ചെയ്യാം, പ്രശ്നമില്ല. നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യുക, യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ഒരു മെത്തേഡ് ജസ്റ്റ് ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ എന്ത് ചെയ്യുക? ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. അതിനി മാറ്റേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഏതിലാണോ സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അത് ഫോളോ ചെയ്യുക. ചിലർ നോക്കി കണ്ടുപിടിക്കുന്നവരുണ്ടാവും ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പക്ഷെ ഈ ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേണിന്റെ ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. √x + 45 - അത് ഇങ്ങനെയാണ് കേട്ടോ ക്വസ്റ്റ്യൻ വരിക. ടോട്ടലി ഇങ്ങനെ വരും. x + 45 - mn whole raised to 4 = 5
5x പ്ലസ് ക്യൂബ് ആണ്. സോ നമുക്കൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, റൂട്ട് എ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ അത് എ സ്ക്വയറാ അല്ലേ, എ സ്ക്വയറാ. എക്സ്പൊണൻസിൽ നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ ഇതിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൂട്ട് ഔട്ട് സൈഡ് ചെയ്താൽ 45 മൈനസ് എം എൻ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5x പ്ലസ് ക്യൂ എഴുതാം. 5x പ്ലസ് ക്യൂ എന്ന് എഴുതാം. ക്ലിയർ? അപ്പോൾ ഇതേപോലത്തെ നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇതേപോലത്തെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന ഒരു ബുക്ക്ലെറ്റ്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബുക്ക്ലെറ്റ് സോൾവ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. നമുക്ക് വെറൈറ്റി ഓഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, സ്പീഡ് കൂട്ടാനും വെറൈറ്റി ഓഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പെട്ടെന്ന് അത് ചെയ്തെടുക്കാനൊക്കെ നമുക്ക് സാധിക്കുക. എങ്ങനെയാണ്, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്ക് ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കുക കേട്ടോ എല്ലാവരും. ഓക്കെ, ദെൻ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിന്റെ കേസിൽ എങ്ങനെയാണെന്ന് നോക്കാം. എക്സ് പ്ലസ് 45 മൈനസ് എം എൻ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 5x പ്ലസ് ക്യൂ ആണ്. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, 1 റൂട്ട് ഈസ് മൈനസ് 10 വേർ എം ആൻഡ് എൻ ആർ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്നതിന്റെ റൂട്ട് എം ആൻഡ് എൻ, അതായത് y സ്ക്വയർ മൈനസ് 11 ബൈ പ്ലസ് 30 ഈക്വൽ ടു 0ന്റെ റൂട്ടാണ് എമ്മും എന്നും. കണ്ടുപിടിക്കാം. പ്ലസ് 11 അതിൻ്റെ ആവശ്യമില്ല, നമുക്കത് കണ്ടാൽ അറിയാം. ആഡ് ചെയ്യുമ്പോൾ വരുന്നത് -11 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 ആണെങ്കിൽ എന്ത് വരും, എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് മൈനസ് 6 ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 5ഉം 6ഉമാണ് വരിക അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, എക്സ് ഈക്വൽ ടു 5ഉം 6ഉം എന്നാണ് വരിക. എം എൻ എത്ര കിട്ടി, 5ഉം 6. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആദ്യത്തെ റൂട്ട് എത്രയാ പറഞ്ഞിരിക്കുന്നത്, -10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. -10 പ്ലസ് 45 മൈനസ് 30. എം എൻ എത്രയാണ്, 30 ആണ്. എം എൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, എത്രയാ, എം ഇൻറ്റു എൻ 5 ഇൻറ്റു 6 30 ആണ്. സോ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു -10 പ്ലസ് ക്യൂ ആണ്. അപ്പോൾ ഇവിടെ എത്ര കിട്ടി, 5ന്റെ സ്ക്വയർ ആണ്. സോ നമുക്ക് അപ്പുറത്തെ സ്ലൈഡിലേക്ക് പോവാം. 5ന്റെ സ്ക്വയർ 25 ഈക്വൽ ടു -50 അല്ലേ. സോ -50 പ്ലസ് ക്യൂ ആണ്. സോ ക്യൂവിൻ്റെ വാല്യൂ 75 എന്ന് കിട്ടി. ആദ്യത്തെ 2/3 ആണ്, 75/3. രണ്ടാമത്തത് എത്രയാ, 75/4. ഇത് ചെയ്യണമെന്നൊന്നുമില്ല. ഏതാണ് വലുത്, ഫസ്റ്റ് ആണ് വലുത് വരിക സെക്കൻഡിനേക്കാൾ. ഫസ്റ്റ് ആണ് വലുത് വരിക ആരേക്കാൾ, സെക്കൻഡിനേക്കാൾ. അപ്പോൾ നമുക്ക് വരുന്ന ആൻസർ ഏതാ, ഫസ്റ്റ് ക്വാണ്ടിറ്റി 1 ഗ്രേറ്റർ ദാൻ ക്വാണ്ടിറ്റി 2. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ച് ചെയ്യുന്ന രീതിയാണ്. ക്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് എമ്മും എന്നും പറയണം. രണ്ടാമത്തെ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമ്മൾ എമ്മും എന്നും കണ്ടുപിടിച്ചു, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, ക്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, ആൻസർ കിട്ടി. ക്ലിയർ ആണെന്ന് കരുതുന്നു എല്ലാവർക്കും. സോ നമുക്കൊരു ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിന് മുന്നേ നിങ്ങൾക്ക് കുറച്ച് കാര്യം പറഞ്ഞു തരാനുണ്ട്. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം, എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്താണെന്ന്, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്താണെന്ന് അറിയണം. ഇവിടെ എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഈ ഇക്വേഷൻ സാധാരണ നമ്മൾ പഠിച്ചു വെക്കണം. സിംപ്ലിഫിക്കേഷനൊക്കെ നമ്മൾ പഠിച്ചു വെക്കുന്ന ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. എന്നിരുന്നാൽ മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്, മുകളിൽ നിന്നും ഞാൻ ആദ്യം 2 ഔട്ട്സൈഡ് ചെയ്തു. അപ്പോൾ മുകളിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എ മൈനസ് ബി ആയി മുകളിൽ കിടക്കുന്നത്. അടിയിലോ എ സ്ക്വയർ മൈനസ് എടുക്കുന്നുണ്ട്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ എനിക്ക് എങ്ങനെ എഴുതാം, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. കാരണം നമ്മൾ അതും പഠിക്കേണ്ട ഒരു ഫോർമുലയാണ്. എന്താണ്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ഇനി ഇവിടെ നിന്ന് ഈ കെടുക്കുന്നത് ഒന്ന് റീഅറേഞ്ച് ചെയ്തെടുത്തേ എല്ലാവരും. 6a സ്ക്വയർ മൈനസ് 4a സ്ക്വയർ 2a സ്ക്വയർ ആണ്. -7ab പ്ലസ് 5ab -2ab.
ലാസ്റ്റ് വരുന്ന എത്രയാ നമുക്ക് 2b² ആണ്. 2b². ക്ലിയർ അല്ലേ? മുകളിൽ കിടക്കുന്നത് എന്താണ്? 2 × a³ + b³ × a - b ഹോൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് എഴുതാം? ഈ ആദ്യം കിടക്കുന്നത് ഒരു 2 ഔട്ട്സൈഡ് ചെയ്തു. 2 × നമ്മളൊരു 2 ഔട്ട്സൈഡ് ചെയ്തു. ഇതിൽ നിന്ന് മൊത്തം 2 ഔട്ട്സൈഡ് ചെയ്താൽ എന്ത് വന്നു? a - b × a + b a + b × a² - ab + b² ആണ്. ഞാൻ ഇവിടുന്ന് 2 ഔട്ട്സൈഡ് ചെയ്തു. ഈ 2 ഇവിടെ കിടക്കുന്നുണ്ട്. ഈ 2 ും 2 ഉം ക്യാൻസലായി. ഈ a - b a - b ക്യാൻസലായി. ഈ കിടക്കുന്നതിന്റെ എക്സ്പ്ലനേഷൻ ആണ് അടിയിൽ കിടക്കുന്നത്. സോ അതും ക്യാൻസൽ ആയിട്ട് എനിക്ക് ഈക്വൽ ടു 1 എന്ന ആൻസർ. അപ്പൊ ഇത് എത്രയാണ് വരിക? നമുക്ക് അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഫസ്റ്റ് ക്വാണ്ടിറ്റിയുടെ ആൻസർ 1 ആണ്. ഫസ്റ്റ് ക്വാണ്ടിറ്റി നമുക്ക് എത്ര കിട്ടി? 1 എന്ന് കിട്ടി. ദ വാല്യൂ ഓഫ് p - 2q അടുത്ത് പറഞ്ഞിരിക്കുന്നത് വാല്യൂ ഓഫ് p - 2q ആണ് രണ്ടാമത്തെ ക്വാണ്ടിറ്റി. q ലെസ് ദാൻ -1 ഇതാ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. q എന്ന് പറഞ്ഞത് -1നേക്കാൾ താഴെയാണ്. p എന്ന് പറഞ്ഞാൽ -1നേക്കാൾ കൂടുതലാണ്. ഇന്റജേഴ്സ് ആണ് കേട്ടോ, ഇന്റജേഴ്സ് ആണ്, ഫ്രാക്ഷൻ ഒന്നും വരില്ല, ഇന്റജേഴ്സ് ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ക്യൂവിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ്, പിയുടെ വാല്യൂ പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് p + 2q എന്നാണ് എന്തായാലും വരുള്ളൂ. ഈ കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. കിട്ടുന്ന വാല്യൂ എന്തായാലും എത്രയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ p - 2q എന്തായാലും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. p - q എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. സോ ക്വാണ്ടിറ്റി 1 എന്തായാലും 1 ആണ്. ഇത് 1നേക്കാൾ വലുതാ. മൈനസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് ആവില്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ. ക്വാണ്ടിറ്റി 1 ലെസ് ദാൻ ക്വാണ്ടിറ്റി 2 എന്നുള്ളതാണ് നമ്മളുടെ ആൻസർ. ക്വാണ്ടിറ്റി 1 ലെസ് ദാൻ ക്വാണ്ടിറ്റി 2 എന്നുള്ളതാണ് നമ്മളുടെ ആൻസർ വരാം. അപ്പോൾ നമ്മൾ കുറച്ച് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച് ചെയ്യേണ്ട ആൻസർ ആണ്. ഈ ഇക്വേഷൻസ് നമ്മൾ അറിയണം. സാധാരണ a³ + b³ എന്നുള്ളത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ കൂടി നമുക്ക് എന്താണ് അവിടെയും സെക്കൻഡ് ഡിഗ്രിയുടെ ഒക്കെ ഇക്വേഷൻ വരുന്നുണ്ട്. ജസ്റ്റ് അതും കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ 8 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 30% വരെ ഓഫർ ഉണ്ട് കേട്ടോ നമ്മളുടെ കോഴ്സുകൾക്ക്. അത് ബിഗിനർക്ക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കോഴ്സ് ഉണ്ട്, മെയിൻസിന് വേണ്ടി മാത്രമായിട്ടുള്ള കോഴ്സ് ഉണ്ട്. 30% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോഴ്സുകൾ പർച്ചേസ് ചെയ്യാം. അതിനായിട്ട് ഈ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. നമ്മളെ കൗൺസിലിംഗ് ടീമിന്റെ നമ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടോപ്പായിട്ടുള്ള ഓഫേഴ്സിനെ കുറിച്ചും അപ്കമിങ് എക്സാംസിനെ കുറിച്ചും ഒക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് അവൈലബിൾ ആണ് കോഴ്സുകൾക്ക്. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് എന്തുണ്ട്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. അതെല്ലാം ചെയ്ത് പഠിക്കാം. വിത്ത് ആൻസേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്ത് പഠിക്കാം. തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഓഫേഴ്സിൽ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോഴ്സുകളെ കുറിച്ച് അറിയാനായിട്ടും അതിലൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചും 30% up to 30% ഓഫേഴ്സിലെ കോഴ്സുകൾ ഹയർ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഈ കാണുന്ന ഫോൺ നമ്പർ ഉണ്ടല്ലോ, 7736122215 എന്നുള്ള ഫോൺ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സുകളുടെയും എക്സാംസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മളുടെ കൗൺസിലിംഗ് ടീം പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യാം? കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 8 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരുവിധം ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല, ഇത് മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ SBA ക്ലർക്കിൻ്റെ ഒക്കെ ഒരു ദിവസത്തെ എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ എക്സാംസ് നടക്കാൻ പോകുന്നുണ്ട്, എക്സാം നടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നിങ്ങൾ പ്രധാനമായിട്ടും മെയിൻസിന് കൂടി പഠിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് വീഡിയോസ് ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പ്രിലിമിനറി എക്സാമിനേഷൻ നിങ്ങൾ ക്രാക്ക് ചെയ്താൽ കൂടി മെയിൻസിലാണ് കുറച്ചധികം കുട്ടികൾ എന്ത് ചെയ്യുന്നത്? മെയിൻസ് ക്രാക്ക് ചെയ്യാതെ പോകുന്നത്. അപ്പോൾ മെയിൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസും എന്ത് ചെയ്യണം? നിങ്ങൾ പഠനത്തിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകണം. ജനറൽ അവയർനെസ്സിൻ്റെ പഠനവും നിങ്ങൾ കൂടെ കൊണ്ടുപോകണം. നമുക്ക് എൻട്രിയിൽ മെയിൻസിന് വേണ്ടി മാത്രമായിട്ടുള്ള കോച്ചിങ് ഉണ്ട്. അതിനും ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതിനെക്കുറിച്ച് അറിയാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ടിരുന്ന് പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.